നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലെ കോണ്ടാക്റ്റുകളും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ പല ആളുകൾക്കും എങ്ങനെയാണ് കോൾ ഹിസ്റ്ററികളും മെസ്സേജുകളും ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം അറിയില്ല. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉള്ള SMS-കളും കോൾ ഹിസ്റ്ററികളും എങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിഖിൽ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് ബാക്കപ്പ് ടു ജിമെയിൽ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക: ബാക്കപ്പ്, റീസ്റ്റോർ, സെറ്റിംഗ്സ്. ഇതിൽ ബാക്കപ്പ് എന്ന ഓപ്ഷൻ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവുക. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ കാണാം, പ്ലീസ് സെറ്റപ്പ് ജിമെയിൽ ഫസ്റ്റ്. ശേഷം ഗോ എന്ന ബട്ടൺ കാണാം. ആ ഗോ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ID സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അക്കൗണ്ട്സ് ടാപ്പ് ടു കണക്ട് യുവർ ജിമെയിൽ അക്കൗണ്ട് റിക്വയർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ജിമെയിൽ ഐഡികൾ കാണാൻ സാധിക്കും. അഥവാ ഒന്നിൽ കൂടുതൽ ഐഡികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ID സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കാണുന്ന ഒരു ഐഡിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് കാണാം. ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ബാക്കപ്പ് ടു ജിമെയിൽ വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഏറ്റവും താഴെ കാണുന്ന അലോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണക്റ്റഡ് ആസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഇമെയിൽ ID കാണാൻ സാധിക്കും. ഇത്ര മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നിലേക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ ഇമെയിൽ IDക്ക് താഴെയായിട്ട് 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും: കോൾ ലോഗ്, SMS, MMS. അതിന് വലത് ഭാഗത്തായിട്ട് 3 ചെറിയ ബോക്സുകളും കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. എത്ര കോൾ ലോഗുകൾ ഫോണിനകത്തുണ്ട്, അതുപോലെ എത്ര SMS-കൾ ഫോണിനകത്തുണ്ട്, എത്ര MMS-കൾ ഫോണിനകത്തുണ്ട്, അവയും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഡാറ്റകളാണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ബാക്കപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കോൾ ലോഗിന്റെ മുകളിലായിട്ട് ഒരു ചക്രം കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് സിങ്ക്രണൈസ് ആവുകയാണ്. ഗെറ്റിംഗ് കോൾ ലോഗ് ഇമെയിൽ ഫോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ആദ്യമായിട്ട്. അതിനുശേഷം ഓരോരോ ഐറ്റമുകളായിട്ട് ബാക്കപ്പ് ആവുന്നതായിട്ട് അവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള എത്രത്തോളം കോൾ ലോഗുകളുണ്ടോ അവയെല്ലാം നിങ്ങളുടെ ജിമെയിലിലെ ഒരു ഫോൾഡറിലേക്ക് മാറുന്നതാണ്. ഞാൻ തൽക്കാലത്തേക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം കോൾ ലോഗുകൾ 94 എണ്ണത്തിൽ 38 എണ്ണം ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഫോണിലേക്ക് മാറി, അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജിമെയിൽ സെറ്റിംഗ്സുകളെല്ലാം ചെയ്തു വെക്കുക. അതിനുശേഷം റീസ്റ്റോർ എന്ന ഭാഗത്തേക്ക് വരിക. റീസ്റ്റോർ ടാബ് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ കാണുന്ന ഡാറ്റകൾ, കോൾ ലോഗ്, SMS-കൾ, MMS-കൾ, ഇതിലേതെല്ലാമാണ് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത് അവയുടെ ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം റീസ്റ്റോർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വാർണിംഗ് മെസ്സേജ് കാണാം. ഇവിടെ പറയുന്നത് കേറ്റിന് മുകളിലുള്ള വേർഷനുകളിൽ ഡിഫോൾട്ട് മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ബാക്കപ്പ് ടു ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രമാണ് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുക എന്നാണ്. നിങ്ങൾ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മെസ്സേജിംഗ് ആപ്പ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കും. നിങ്ങൾ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ചെയ്യുന്നത് ബാക്കപ്പ് ടു ജിമെയിൽ എന്ന ആപ്ലിക്കേഷനെ നിങ്ങളുടെ ഡിഫോൾട്ട് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായിട്ട് മാറ്റുക എന്നുള്ള ചെറിയ പ്രോസസ്സാണ്. നിങ്ങൾ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പഴയ ഫോണിലുണ്ടായിരുന്ന കോൾ ലോഗുകളെല്ലാം നിങ്ങളുടെ പുതിയ ഫോണിലേക്ക്, അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് റീസ്റ്റോർ ആവുന്നതാണ്. ഇത്ര മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ശേഷം നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ടാബ് കാണാം. ആ ടാബ് സെറ്റിംഗ്സ് ടാബാണ്. സെറ്റിംഗ്സ് ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അഥവാ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കപ്പ് വേണമെങ്കിൽ ടിക്ക് ഒഴിവാക്കാം. അതുപോലെ വൈഫൈ ഉപയോഗിച്ച് മാത്രം ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ആ ബോക്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഇത്രമാത്രം ചെറിയ സെറ്റിംഗ്സുകളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആപ്ലിക്കേഷൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ സിംബലിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വയ്ക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം നിഖിൽ.